ത്തിന്റെ സവിശേഷത അവിടെ കേരള കോൺഗ്രസ് നാട്ടംഗം, കേരള കോൺഗ്രസ് ഡെർബി നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ ജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ LDFന്റെ ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ്, പഴയ ഇടത് MP, ഇടുക്കിയിൽ നിന്നുള്ള പഴയ LDF MP ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് മത്സരിക്കുന്നു. അപ്പം തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കി നിർണായകമായ ഒരു ഫൈറ്റ് NDA കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കൗതുകകരമായ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. ആർക്കാണ് എഡ്ജ്? മാണി വിഭാഗം കേരള കോൺഗ്രസിനോ, ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിനോ? കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച ആളാണ് തോമസ് ചാഴികാടൻ. 12% വോട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. വോട്ട് ഡിഫറൻസിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് UDFിൽ നിന്ന് ജയിച്ച ആളാണ് അദ്ദേഹം. ഇത്തവണ അവിടെ ശക്തമായ മത്സരം നേരിട്ടു. ഒരു എഡ്ജ് UDFനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFനാണ്, രണ്ടിലേക്കല്ല. അപ്പൊ മാണി സാറിന്റെ ലെഗസി, അത് മാണി സാറിന്റെ ലെഗസി എന്ന് പറയാമെങ്കിൽ മാണി സാറിന്റെ മകൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതല്ലേ? തീർച്ചയായിട്ടും അവിടെ അവസാനം ചിഹ്നം ഓട്ടോറിക്ഷ അവസാനം കിട്ടിയത് ഫ്രാൻസിസ് ജോർജിനാണെങ്കിലും ആ ഓട്ടോറിക്ഷ തന്നെയായിരിക്കും കൂടുതൽ. രണ്ടിലേക്കൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നാണോ? കാരണം കോട്ടയത്തിന്റെ ഒരു സ്വഭാവം നോക്കുക അഭിലാഷ്, സ്വാഭാവികമായും അതൊരു UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, മുൻതൂക്കമുള്ള മണ്ഡലമാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മൾ മറന്നുകൂടാ. ഈ മണ്ഡലങ്ങളിലെല്ലാം ആലപ്പുഴ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ, ഇത്രയും വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായി ഉണ്ടാകുന്നതിനപ്പുറത്ത് പല തലങ്ങളിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞ തവണയും കണ്ടത് ഈ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ കോൺഗ്രസ് നേതാവിന് ഒരു ഓഡിയോ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്നു. ആരെങ്കിലും പിണറായി വിജയനെ കുറ്റം പറയാൻ നമ്മൾ അതിനെ എതിർക്കാനൊന്നും പോണ്ട, പറഞ്ഞോട്ടെ. ആ വിധത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കോട്ടയം എന്ന മണ്ഡലമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവ് വളരെ നിർണായകമാണ്. വോട്ട് നഷ്ടപ്പെടുത്തുകയും UDFന് കുറച്ച് വോട്ട് നേടിക്കൊടുക്കുകയും. വൈക്കം, ഏറ്റുമാനൂർ, കുമരകം സെഗ്മെന്റിൽ വലിയ തോതിൽ, അതായത് കഴിഞ്ഞ തവണ 17.4% PC തോമസ് മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് 20% മുകളിൽ തുഷാർ ആക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ പോകുന്നത് നിയമസഭയിലേക്ക് CPM-നും CPI-ക്കും ഒക്കെ കിട്ടുന്ന വോട്ടാണ്. അതായത് CPM-ന്റെ കോസ്റ്റിലാണോ അവിടെ മാണി സാറിന്റെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോക്കുന്നത്, ചാഴിക്കാടൻ തോക്കുന്നത്? അല്ല, PC തോമസിന് കിട്ടിയ വോട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന, അതായത് ബേസ് വോട്ടുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി അധികമായി നേടുന്ന വോട്ടുകൾ ഇപ്പൊ SNDP യോഗത്തിന്റെ ആൾക്കാർ നേരിട്ട് സ്ക്വാഡ് പ്രവർത്തനത്തിന് ഇറങ്ങിയ സ്ഥലമാണ് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം. അങ്ങനെ പോകുമ്പോൾ LDFന് വോട്ടുകൾ കുറച്ച് നഷ്ടപ്പെടുത്തും. ഇദ്ദേഹത്തിന് കിട്ടാതെ പോകുന്ന കുറച്ച് വോട്ടുകൾ, ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലെ അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിലേക്ക് വോട്ടുകൾ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ കിട്ടാതെ പോവുകയാണെങ്കിൽ അത് UDFന് കിട്ടും. ഒപ്പം നേരത്തെ ഗോപകുമാർ സാറ് മറ്റേ കൊല്ലത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ NSS വോട്ടുകളും അവിടെ കുറച്ചുകൂടി തുഷാറിന് പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. അന്നത്തെ പത്മനാഭനാണ് കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. 2 കേരള കോൺഗ്രസുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നമുക്ക് ഡോക്ടർ G. ഗോപകുമാർ, കോട്ടയത്ത് സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുമോ? അതിനുള്ള സാധ്യതയാണ് ഉള്ളത്, പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം രാഷ്ട്രീയം ആകെ മാറി. അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചപ്പോൾ UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് ജയിച്ചത്. അപ്പോൾ UDFന് ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമായിരുന്നു. വാസ്തവത്തിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് LDFിലേക്ക് പോയതിൻ്റെ ഒരുപാട് തിരിച്ചടികൾ കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും സംഭവിക്കും. കാരണം കോട്ടയത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ക്രൈസ്തവ പ്രാമുഖ്യം നന്നായിട്ടുണ്ട്. അതേസമയം ഈഴവ സമുദായം അതുപോലെ ശക്തമാണ്. NSSം അത്ര മോശമല്ലാത്ത രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. ഒരു സെമി അർബൻ നേച്ചർ, അതേസമയം നല്ല മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഹൈലി മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അത്ര പാവപ്പെട്ടൊരു മേഖലയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് കർഷകരുൾപ്പെടെയുള്ള ഒരു മേഖലയിൽ ഈ മത്സരം നടക്കുമ്പോൾ അവിടെ പരമ്പരാഗതമായി നിൽക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി പൊതുവിൽ അംഗീകരിക്കപ്പെടാറുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്. തീർച്ചയായിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് നായർ വോട്ട്സിൻ്റെ ഒരു സെക്ഷൻ കൂടി പോകാനുള്ള അവസ്ഥയുണ്ട്. ഈഴവ വോട്ടുകൾ ഗണ്യമായി പോകുന്നുള്ളതിന് തർക്കമില്ല. അത് SNDPയുടെ നല്ല പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് അവിടെ വിജയിക്കാൻ കഴിയുക? ഒരു വലിയ അർത്ഥത്തിൽ അദ്ദേഹം ചാഴിക്കാടൻ മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയതിൻ്റെ ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് തന്നെ തിരിച്ച് UDFിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ UDF കാൻഡിഡേറ്റിന് വിജയിക്കാനുള്ള നല്ല സാധ്യതയാണ് അവിടെ. ഒരു രാഷ്ട്രീയ സാഹചര്യം വഴിവെക്കാവുന്ന ഒരു വലിയ തോൽവിയും അവിടെ ഉണ്ടാകാം എന്നുള്ളൊരു സൂചന വേണമെങ്കിൽ വേണം. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ഘട്ടത്തിൽ വന്ന പ്രചരണം ഇത് NDAയുടെ സ്ഥാനാർത്ഥിയല്ല, മറിച്ച് SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റാണ് മത്സരിക്കുന്നത്, ആ നിലയ്ക്കുള്ള വോട്ട് എന്നുള്ള മറ്റുള്ള പ്രചരണമായിരുന്നു. റാഷിദെ, വളരെ ഈസി ആയിട്ട് ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലെത്തുമോ? ഈ കേരള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് ഫ്രാൻസിസ് ജോർജ്. അതുകൊണ്ട് മാത്രമല്ല, ഈ മണ്ഡലത്തിന് തന്നെ വലത് സ്വഭാവം, ഇടത് വിരുദ്ധ സ്വഭാവം കാലങ്ങളായി ഉള്ളതുകൊണ്ടും ഈ ഫ്രാൻസിസ് ജോർജ് വലിയ രീതിയിൽ
പ്രതിസന്ധികളില്ലാതെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാലും വിജയം ഞാൻ കാണുന്നുണ്ട് ശ്രീ അഭിലാഷ്. യെസ്, ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമുണ്ട്. ഇടതുവിരുദ്ധ സ്വഭാവം എന്ന് പറയുമ്പോൾ സുരേഷ് കുറുപ്പ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. സുരേഷ് കുറുപ്പിനെ പോലെ പക്ഷേ ജയിക്കാൻ തോമസ് ചാഴിക്കാടന് ഇടതുപക്ഷ ടിക്കറ്റിൽ കഴിയണം. സുരേഷ് കുറുപ്പിന് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ മറ്റു പല അനുകൂലമായ പല ഘടകങ്ങൾ, NSSന്റെ പിന്തുണ, പിന്നെ പാർട്ടി വോട്ട്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സുരേഷ് കുറുപ്പ് അവിടെ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പൊ ഏറ്റുമാനൂർ പോലുള്ള മണ്ഡലത്തിലൊക്കെ ജയിക്കുന്നത് സുരേഷ് കുറുപ്പ് ആയതുകൊണ്ട് ജയിക്കുന്നതാണ്. ശരി, ഏതായാലും നമുക്ക്